ബ്രഹ്മാണ്ഡ സംവിധായകൻ രാജമൗലിക്കെതിരെ പരാതിയുമായി രാഷ്ട്രീയ വാനരസേന. സംവിധായകൻ വാരണാസി എന്ന ചിത്രത്തിന്റെ ലോഞ്ചിൽ വെച്ച് മതവികാരം വ്രണപ്പെടുത്തും വിധം ഒരു പ്രസ്താവന പറഞ്ഞു എന്നതാണ് പരാതി. എല്ലാം ഹനുമാൻ സ്വാമി നോക്കിക്കോളുമെന്ന് എൻ്റെ അച്ഛൻ പറയും, പക്ഷേ എനിക്ക് ദൈവത്തിൽ അത്ര വിശ്വാസം പോരാ എന്ന രാജമൗലിയുടെ ഈ കമന്റാണ് വാനരസേനയെ ചൊടിപ്പിച്ചത്. തന്റെ സിനിമകളിൽ ഹൈന്ദവ ബിംബങ്ങളെ സ്ഥാപിച്ച് അതിലൂടെ ഹിന്ദുത്വ ഒളിച്ചു കടത്തുന്നു എന്നൊരു ആരോപണം ഇതിനകം പലവട്ടം നേരിട്ടിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് രാജമൗലി. ഹിന്ദു മിത്തോളജിയും ദൈവങ്ങളെയും സിനിമയിൽ ഉൾപ്പെടുത്തി കച്ചവടം നടത്തിയ ശേഷം പൊതുവേദിയിൽ ഇങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നതാണ് പുതിയ ആരോപണം. ഏതായാലും മതം ഒളിച്ചു കടത്തുന്നു എന്ന ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്നത് പതിവായ രാജമൗലിക്ക് ഇങ്ങനെ ഒരു നിരീശ്വരവാദത്തിന്റെ മുഖം പലരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇതാദ്യമായല്ല സംവിധായകൻ തന്റെ മതവിശ്വാസത്തിൽ നിന്നും അകന്നു മാറിയുള്ള ജീവിതത്തെപ്പറ്റി പറയുന്നത്. RRR എന്ന ചിത്രത്തോടനുബന്ധിച്ച് നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ മതം, ദൈവം എന്നിവയെ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയിൽ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ എന്നോട് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നേ പറയൂ. മതപ്രഭാഷകരും ചിന്തകരുമൊക്കെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തി സ്രോതസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കത് മനസ്സിലാകാറില്ല. പിന്നെ എങ്ങനെ ഞാൻ അത് വിശ്വസിക്കും? മറ്റൊരു അഭിമുഖത്തിൽ ഒരിക്കൽ താനും തന്റെ ഭാര്യ രമയും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട ഒരു സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. വണ്ടി നിയന്ത്രണം വിട്ട് ചെന്നിടിച്ചു. ഭാര്യ രമയ്ക്ക് സാരമായ പരിക്ക് പറ്റി. ഒരുപാട് രക്തം പോയി. അനങ്ങാനാവാത്ത അവസ്ഥയിൽ അദ്ദേഹം ചിന്തിച്ചു, ഞാനിപ്പോൾ വിളിക്കേണ്ടത് ദൈവത്തെയാണോ അതോ ഡോക്ടർമാരെയാണോ എന്ന്. അദ്ദേഹം ഉറക്കെ കരഞ്ഞുകൊണ്ട് അലറി വിളിച്ചത് ഡോക്ടർമാരെ ആയിരുന്നു. രാജമൗലിയുടെ ഈ വാക്കുകളൊക്കെ വാരണാസിയുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. മതവിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിലെ ജാതി പ്രശ്നങ്ങളെക്കുറിച്ചും അവയെ രാഷ്ട്രീയക്കാർ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും രാജമൗലി വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രസ്താവനയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒപ്പം ഇന്ത്യയിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ളിടത്തോളം കാലം എതിർപ്പുകളെ കാര്യമാക്കേണ്ടതില്ല എന്ന പ്രസ്താവനയും ഇപ്പോൾ ചർച്ചയിൽ ഇടം നേടിയിട്ടുണ്ട്. പോരാത്തതിന് രാജമൗലിയുടേതെന്ന് പറയപ്പെടുന്ന എനിക്കൊരിക്കലും രാമനോട് ഇഷ്ടം തോന്നിയിട്ടില്ല, പകരം കൂടുതൽ ഇഷ്ടം കൃഷ്ണനെയാണ് എന്ന രാജമൗലിയുടെ 14 വർഷം മുൻപത്തെ ട്വീറ്റും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും സംവിധായകനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് രാഷ്ട്രീയ വാനരസേനയുടെ തീരുമാനം.